ഇവിടെ ആരും അവനക്ക് ബിസ്ക്കറ്റും ചായക്ക് മേടിച്ചു കൊടുക്കണം. പക്ഷേ അവനക്ക് അതൊന്നും പറ്റണില്ല. അവനക്ക് മീനോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും വേണമല്ലോ. അപ്പം ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, ഇത് മുമ്പ് ഒരാൾ കൊണ്ടുവന്ന് വെച്ച പിന്നെ ചായയും ബിസ്ക്കറ്റുമാണ്. ബിസ്ക്കറ്റ് ഞാൻ വായി കൊടുത്തിട്ടാണ് അവന് കുറച്ച് കഴിച്ചിട്ട് പിന്നെ വീണ്ടും കഴിക്കാൻ താല്പര്യം. ഇമാതിരി വണ്ടിൻ്റെ ചോട്ടിലാണ് ഇതുണ്ടോ ഇയാളിവിടെ. ആരെ കൊണ്ടുവന്നിട്ടിരിക്കണമെന്ന് അറിയില്ല. എന്തായാലും ഒരു ജീവല്ലേ. നമ്മൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. നമ്മൾ രക്ഷപ്പെടുത്തിയാൽ അള്ളാഹു നമ്മളെയും രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഈ ജീവിയെ സംരക്ഷിക്കണത്. അത് കുടിക്കൂല, അത് അതിന് വെള്ളമാണ്, ചായ ഒന്നും കുടിച്ചിട്ടില്ല ഒരു ഇതുണ്ടാവില്ലേ. അപ്പോൾ അവന് ഞാൻ മീൻ മേടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ അയിമക്ക് വടന്ന് കഴിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിക്കോളും. എന്തായാലും പിന്നെ നമ്മൾ എന്ത് തന്നെ ഉണ്ടോ അവന് മതിയായി കണ്ടോ, മതിയായി. ഞാൻ അങ്ങനെ കുറേ വീഡിയോ ഇടാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയി. എന്നാലും എൻ്റെ ഈ വീഡിയോക്ക് നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, കാരണം ഇങ്ങനെ പാവപ്പെട്ട ജീവികളെ സംരക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഏറ്റവും ഏറ്റവും നല്ല സൃഷ്ടിയാണ് മനുഷ്യനെ. അതായത് മലക്കുകൾ പോലും ചോദിച്ചു പോയി, ഇത്രയും തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെ എന്തിനു വേണ്ടി സൃഷ്ടിക്കണോ എന്നുള്ള ചോദ്യം അവിടുന്ന് വന്നു. അപ്പോഴും അള്ളാഹു പറഞ്ഞത് അവർ എന്നെ മനസ്സിലാക്കും പിന്നീട് എന്നാണ്. അപ്പോൾ തെറ്റുകൾ ആരേതും പറ്റിപ്പോവും. പക്ഷേ വിശ്വാസവും നമ്മുടെ വിശ്വാസം അതേപോലെ തന്നെ നമ്മുടെ സഹകരണങ്ങളും, അതുപോലെ നമ്മളൊരാളെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സംരക്ഷണവും അള്ളാഹു ഏറ്റെടുക്കും. നമ്മൾ സംരക്ഷിച്ചാൽ മതി. പകുതി നമ്മൾ നിന്നാൽ മതി, പകുതി അള്ളാഹുവാണ്. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റുകയില്ല. എങ്കിൽ പോലും ഞാൻ എൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്താം. സുഹൃത്തെ, എന്താണ് പറയാനുള്ളത്? മിസ്റ്റർ എന്താ പേര്? സൂപ്പർ ഫൈസൽ. ഫൈസലെ, ഇതിനെക്കുറിച്ച്, ഈ ഒരു പാവം ജീവിയാണ്, ഇതിനെക്കുറിച്ച് ഓക്കെ, താങ്ക് യു. എന്താ ഏട്ടാ പറയാനുള്ളത്? ഓക്കെ.